നമസ്കാരം. ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏക സിവിൽ കോഡിന് അംഗീകാരമായിരിക്കുന്നു. ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടുകൂടി ഏക സിവിൽ കോഡ് നിയമമായിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് തന്നെ ഏക സിവിൽ കോഡ് നിലവിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന ഖ്യാതി ഉത്തരാഖണ്ഡിന് സ്വന്തമാവുകയാണ്. പുതിയ നിയമം സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുക എന്നത് മാത്രമാണ് ഇനി സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ളത്. ഏക സിവിൽ കോഡ് സംബന്ധിച്ച ബില്ല് ഫെബ്രുവരി 6-ന് ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയിരുന്നു. പിന്നാലെ ഫെബ്രുവരി 28-ാം തീയതി ഗവർണർ ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വന്നത്. ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നത്. അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് രാഷ്ട്രപതി ഭവനിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാകുന്നതോടുകൂടി സംസ്ഥാനത്തിന് മുഖച്ഛായ തന്നെ മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിവാഹമോചനം, പാരമ്പര്യ സ്വത്തുക്കളുടെയും ഭൂമിയുടെയും കൈമാറ്റം എന്നിവയ്ക്ക് ഉത്തരാഖണ്ഡിലെ എല്ലാ മതങ്ങളിലും പെട്ട പൗരന്മാർക്കും ഒരു നിയമം ബാധകമാക്കുന്നതാണ് ഈ ബില്ല്. ഭരണഘടന ഉറപ്പാക്കുന്ന ആദിവാസികളുടെ എല്ലാ ആചാര അവകാശങ്ങളും ബില്ലിൽ നിലനിർത്തിയിട്ടുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമാണ്. പോർച്ചുഗീസ് കാലത്ത് നിയന്ത്രണത്തിലായിരുന്ന സമയം മുതൽ തന്നെ ഗോവയിൽ ഏക സിവിൽ കോഡ് ഉണ്ട്. പക്ഷേ 1947-ന് ശേഷം, അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ ഏക സിവിൽ കോഡ് ഒരു നിയമസഭയിൽ പാസ്സാക്കുന്നത് ഇതാദ്യമായാണ്. അങ്ങനെ ഉത്തരാഖണ്ഡ് ഒരു നിർണായകമായ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, നിലവിൽ CAA തന്നെയാണ് രാജ്യമെമ്പാടും ചർച്ചയാകുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ അത് സംബന്ധിച്ചുള്ള ചില പ്രതിഷേധങ്ങളും മറ്റും അരങ്ങേറുന്നുണ്ട്. അതിനിടയിലാണ് ഉത്തരാഖണ്ഡിന്റെ ഭാഗത്തു നിന്നും ഈ നിർണായക നീക്കം സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.